ഹലോ, ഞാൻ കുറേ നാളായി വിചാരിക്കുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന്. രാവിലെ എണീച്ചപ്പോൾ വീഡിയോ എടുക്കണം എന്നെല്ലാം ഉണ്ടായി, പക്ഷേ ലേറ്റ് ആയിപ്പോയി. എനിക്ക് ഇന്ന് 7 to 8 സൂംബ ക്ലാസ് ഉണ്ട്. അപ്പം അതിന് മുന്നേ അവിടെ എത്തണം. ഇപ്പോൾ ഓൾമോസ്റ്റ് 6:24 ഇനി ഒരു 6 മിനിറ്റ് അതിനുള്ളിൽ നമുക്ക് ജിമ്മിലെത്തണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ബാക്കി വിശേഷങ്ങളെല്ലാം വഴിയെ കാണാം. ഓക്കെ. ഈ ഒരു റോഡിൻ്റെ അവസ്ഥ ഞാൻ വരുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ജിമ്മിൽ പോയാൽ കുറച്ചും കൂടി എക്സസൈസ് ചെയ്യുന്ന വീഡിയോ എടുക്കണം എന്നെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ടായി. പക്ഷേ അതൊന്നും നടന്നില്ല. കാരണം അത്രയും തിരക്കാണ്. നമ്മൾ ഈ കഴുത്തിലാണ് ഞാൻ വരുന്നത്. ഭയങ്കര തിരക്കാണ്. അവിടെ നിൽക്കാൻ പോലും നമുക്ക് സ്ഥലം കിട്ടില്ല. കാരണം ഒരു ഡമ്പൽ എടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും മേത്ത് വിട്ടു പോകുന്നില്ല അവസ്ഥ വരക്ക് അത്രക്ക് തിരക്കായിരിക്കും. രാവിലെയും രാത്രിക്കും എല്ലാം ഇതാണ് അവസ്ഥ. എന്തായാലും എക്സസൈസ് ചെയ്യുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ജസ്റ്റ് സൂംബ കഴിഞ്ഞപാട് ഞാനൊന്ന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മറ്റേ ഇതിൽ പോയിട്ടുണ്ടായി. മീൻസ് ജിമ്മിൻ്റെ ആ ഒരു സെക്ഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കണ്ട, ഞാൻ പറഞ്ഞതല്ലേ, ഇതൊന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ റെഡിയായി. ഇനി നമുക്ക് വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം. എന്നിട്ട് നേരെ ഓഫീസിലേക്ക് പോകണം. പിന്നെ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഇപ്പോഴത്തെ എൻ്റെ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത്. ഇത് ഞാൻ ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇതൊരു സ്കൂപ്പാണ് ആക്ച്വലി. ഇങ്ങനെ ഒരു പാക്കറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പം ഇതിനകത്ത് നമുക്കൊരു ഓൾമോസ്റ്റ് 28 grams ഓഫ് പ്രോട്ടീൻ എങ്കിലും മിനിമം കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നമുക്ക് എന്തായാലും വേഗം കഴിക്കാം. ഞാൻ മുന്നേ ഇങ്ങനെയല്ല പ്രോട്ടീൻ ഷേക്ക് കുടിക്കാറ്. നോർമലി ഈ പ്രോട്ടീൻ പൗഡറിലേക്ക് പാലോ അല്ലെങ്കിൽ വെള്ളം ഒഴിക്കും. പിന്നെ അതിനകത്ത് ഒരു റോബസ്റ്റ പഴം, പിന്നെ കുറേ നട്ട്സ്, സീഡ്സ് ഇതെല്ലാം ഇട്ട് ഭയങ്കര ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അത് ഇപ്പം കഴിക്കാത്ത വെച്ചാൽ ഇപ്പം ഞാൻ നിർത്താനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓഫീസിൽ നിന്ന് ഒരു 12-12:30 ആകുന്ന സമയത്ത് ലഞ്ച് കഴിക്കാൻ പോകും. പക്ഷെ ആ സമയത്ത് എനിക്ക് ഒട്ടും വിശക്കൂല. അവിടെ പോയിട്ട് ഇങ്ങനെ കഴിക്കണമല്ലോ. പിന്നെ വൈകുന്നേരം വരെ നമ്മൾ വേറെ ഒന്നും കഴിക്കില്ല. വൈകുന്നേരം ചായ മാത്രമേ കുടിക്കൂ. പക്ഷെ അതുവരെ എന്താ പറയുക, ഒട്ടും വിശക്കൂല ആ ഒരു ഉച്ച ആവുന്ന സമയത്ത് തന്നെ. കാരണം ഞാൻ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഒരു 10 മണി 9:30-10 മണിക്കൊക്കെയാണ്. അപ്പം ഒരു 2 മണിക്കൂറിനുള്ള ഒട്ടും വിശക്കില്ല. കാരണം അത്രയും ഹെവി ആയിരിക്കും ആ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ അങ്ങനെ കുടിക്കുന്നില്ല. ഇപ്പം ഞാൻ ജസ്റ്റ് പ്രോട്ടീൻ പൗഡർ ഇങ്ങനെ കലക്കി കുടിക്കും. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കും. പിന്നെ നട്ട്സും സീഡ്സ് എല്ലാം ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്ത് കഴിക്കും. അതും കുറച്ച് ഹെവിയാണ്. പക്ഷെ നമ്മൾ രാവിലെ നല്ലതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നല്ലേ, അതുകൊണ്ട് ഇപ്പം അങ്ങനെയാണ് കഴിക്കാറ്. നമ്മൾ കുറച്ച് രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് ഒക്കെ ചെയ്ത് ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു വാക്കായാലും മതി, അതൊക്കെ ചെയ്ത് ഒരു ഫ്രഷൻ അപ്പ് ആവുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ട്. അതൊരിക്കലും നമ്മൾ കുറേ നേരം കിടന്നുറങ്ങി എവിടെയെങ്കിലും സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ധൃതി പിടിച്ച് പോയി കഴിഞ്ഞാലൊന്നും ആ ഒരു ഫീൽ നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഇത് നിങ്ങളോട് ആരോടും പറയുന്നില്ല. ഇന്നലെ 9 മണി വരെ കിടന്നുറങ്ങി എന്നോട് തന്നെ ഞാൻ പറഞ്ഞതാണ്. ആ സമയത്തൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, എല്ലാ ദിവസവും കുറച്ച് രാവിലെ എഴുന്നേൽക്കണം, ഇതൊക്കെ ചെയ്യണമെന്ന്. പക്ഷെ എല്ലാ ദിവസവും ഒരുപോലെ അല്ലല്ലോ. നമുക്ക് ചില സമയത്തൊന്നും എഴുന്നേൽക്കാനേ തോന്നാറില്ല. പക്ഷെ അങ്ങനെ ആയിരുന്നാലും ഇന്ന് ഞാൻ എഴുന്നേറ്റില്ല വെച്ചിട്ട് എപ്പോൾ അങ്ങനെ ആവണമെന്നൊന്നുമില്ല. നമുക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ എഴുന്നേൽക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാത്ത ദിവസങ്ങളൊക്കെ പോട്ടെ എന്ന് വിചാരിക്കുക. എപ്പോഴും നല്ല പോസിറ്റീവായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും നമുക്ക് ചുറ്റുള്ള എല്ലാവരും. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കാൻ എല്ലാവരും ശ്രമിക്കുക. അതാണ് നമുക്ക് ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയാൽ ഞാൻ ഇടുന്ന പോലെ ഉണ്ടാവില്ല. എന്തായാലും ഓഫീസിൽ പോകണം. 10 മണിയായി. നമുക്ക് എന്തായാലും ഇറങ്ങാം. നോർമലി ഞാൻ ഈ ഒരു ടൈമിലാണ് വീട്ടിലേക്കൊക്കെ വിളിക്കുക. അമ്മേനെയും അമ്മേനെയും ഒക്കെ വിളിക്കുക. അമ്മേനെ ഞാൻ ഒരു ദിവസം 3 വട്ടം വിളിക്കും, അല്ലെ അമ്മ ഇങ്ങോട്ട് വിളിക്കും. അത് പണ്ടോട്ടേയിലൊരു ശീലമാണ്, ഒരു മെഡിസിൻ പോലെയാണ്. അപ്പം പിന്നെ ഇവിടുന്ന് എൻ്റെ ഓഫീസിലേക്ക് ഒരു 10 മിനിറ്റ്സ്, മാക്സിമം 10 മിനിറ്റ്സ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എളുപ്പമായി. പെട്ടെന്ന് പോകേണ്ട ഒരു ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഓടിയാൽ മതി, വേഗം എത്തും.
മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു 12:30 ഒക്കെ ആകുമ്പോഴാണ് ഫുഡ് കഴിക്കാൻ പോവുക. അതും ഡിപ്പെൻസ് ആണ്, നമ്മളെ വർക്കിനനുസരിച്ച് അത് മാറിയും ഒക്കെ ഇരിക്കും. പക്ഷെ എന്നാലും അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു വാക്കിനൊക്കെ പോയിട്ടാണ് പിന്നെ നമ്മൾ ഓഫീസിലേക്ക് തിരിച്ചു വരിക. ഫൈനലി ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് നേരെ പോകുമ്പോൾ എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിയിട്ട് വേണം. രാത്രിത്തേക്ക് ഒന്നും ഇല്ല, അപ്പം എന്തെങ്കിലും കുക്ക് ചെയ്യണ്ടേ. അപ്പോൾ നമുക്ക് പോകുമ്പം ഞാൻ വിചാരിക്കും ചിക്കൻ വാങ്ങാമെന്ന്. അപ്പോൾ അത് വാങ്ങിയിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. ഇനി നമുക്ക് വേഗം ചിക്കനെല്ലാം കഴുകി മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്യണം. എല്ലാ ദിവസവും ഇങ്ങനെ കുക്ക് ചെയ്യാനൊന്നും പറ്റാറില്ല. പറ്റുന്ന ദിവസങ്ങളിൽ മാക്സിമം ചെയ്യുക. കാരണം ഓഫീസെല്ലാം വിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എല്ലാ ദിവസവും ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. പക്ഷെ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നമുക്ക് വേഗം കുക്കെല്ലാം ചെയ്ത് ഭക്ഷണമൊക്കെ കഴിക്കാം. അപ്പൊ നമ്മളെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഏകദേശം ഉറങ്ങേണ്ട സമയമായി. അപ്പൊ ഇപ്പൊ ഞാൻ വായിക്കുന്ന ഒരു പുസ്തകം ഇത്. ഞാൻ പൊതുവേ നാട്ടിലെല്ലാം പോയി കഴിഞ്ഞാൽ ലൈബ്രറിയിൽ നിന്ന് എടുക്കും. വീട്ടിനടുത്ത് ലൈബ്രറി ഉണ്ട്, അവിടെ പുസ്തകം എടുക്കും. പിന്നെ അത് വായിച്ചിട്ട് എപ്പാന്ന് വെച്ചാൽ കൊണ്ടുകൊടുക്കും. അവിടെ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല പുസ്തകം എത്തിക്കണം എന്നുള്ളത്. പക്ഷെ ലാസ്റ്റ് സമയത്ത് ഞാൻ പോയ സമയത്ത് എന്റെ അടുക്ക ഗാതകം എന്ന് പറഞ്ഞ പുസ്തകം ഉണ്ടായി. അപ്പൊ ഞാൻ തേസിന്റെ അടുക്ക കൊടുത്തിട്ട് എനിക്ക് പോകാൻ പറ്റുന്നുണ്ടായില്ല. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു പുസ്തകം എടുത്താൽ മതി പറഞ്ഞപ്പം തേസ് എനിക്ക് എടുത്തോണ്ട് തന്ന പുസ്തകം ഇത്. അതുകൊണ്ടാണെന്ന് അറിയില്ല, ഇത് ഭയങ്കര എന്താ പറയാ, ഒരു രസമില്ല വായിക്കാൻ, ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു പുസ്തകം. പക്ഷെ ഞാൻ ഇങ്ങനെ വായിച്ച് തീർക്കും. എന്തായാലും വായിച്ചു തീർക്കും. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തേ ഇല്ല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് സെറ്റ് ആവും. അങ്ങനെയാണ് കാര്യങ്ങൾ. എല്ലാ ദിവസവും വായിക്കയില്ല, പറ്റുന്ന ദിവസങ്ങളിൽ. ഇപ്പം വായിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ എങ്കിൽ പറ്റുന്ന ദിവസങ്ങളിൽ ഇൻട്രസ്റ്റ് ചെയ്യുന്ന ദിവസങ്ങളിൽ മാത്രമേ വായിക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എന്റെ ഡയറി, ഈ ഡയറി എൻ്റെ അടുത്ത് കുറേ ഡയറി ഉണ്ട്. ഞാൻ ചെറുപ്പം തൊട്ടേ ഡയറി എഴുതും. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ ദിവസവും ഡയറി എഴുതുന്ന ഒരാളല്ല. എനിക്കിങ്ങനെ എന്തെങ്കിലും വിഷമം വരുമ്പം അല്ലെങ്കിൽ സന്തോഷം വരുമ്പം ഇങ്ങനെയൊക്കെ ഞാൻ ഡയറി എഴുതാറുണ്ട്. ആ ഡയറി ഞാൻ ആരെ കൊണ്ടും വായിപ്പിക്കൂല, മീൻസ് ആർക്കും അറിയില്ല ഞാൻ എഴുതുന്ന ഡയറിയിൽ എന്നാന്നുള്ളത്. അങ്ങനെ എൻ്റെ അടുത്ത് കുറേ ബുക്ക് ഡയറീസ് ഉണ്ട്. ഇതൊക്കെയാണ്. അപ്പം ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഫുള്ള് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പൊ ഇത്രയും നേരം എന്നെ കണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ജേർണിയിൽ ഉണ്ടായിട്ടുണ്ടാവും. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.